ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് 80s-ലും 90s-ലൊക്കെ ഉള്ളവരുടെ ഒരു നൊസ്റ്റാൾജിക് സ്വീറ്റായ പാൽക്കോവയുടെ റെസിപ്പിയുമായിട്ടാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് പാൽക്കോവ റെഡിയാക്കിയെടുക്കാം. നമുക്ക് ഒട്ടും വൈകാതെ തന്നെ സൂപ്പർ സോഫ്റ്റായ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഈ പാൽക്കോവ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. വരൂ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. ഇത് തയ്യാറാക്കുന്നതിനായി വളരെ കുറച്ച് ചേരുവകൾ മാത്രം മതി. ഞാനൊരു കടായി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇതിലോട്ടൊരു 1/4 കപ്പ് നെയ്യ് ചേർത്ത് കൊടുക്കാം. കൂട്ടത്തിൽ ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ കൂടി ചേർക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് മുഴുവനായിട്ടും നെയ്യിലും തയ്യാറാക്കാം. നെയ്യിൽ തയ്യാറാക്കുമ്പോൾ കുറച്ചുകൂടി ഹാർഡായിരിക്കും. 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും 1/4 കപ്പ് നെയ്യും ഉപയോഗിച്ചാൽ നല്ല സോഫ്റ്റായിട്ടുള്ള പാൽക്കോവ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സൺഫ്ലവർ ഓയിലിന് പകരം വെളിച്ചെണ്ണയൊന്നും എടുക്കരുത്. ഇതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് 1 കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുക്കുമ്പോൾ ഫ്ലെയിമിൽ ഓയിൽ വെച്ചാൽ മതി. പിന്നീട് നിങ്ങൾക്ക് ഹൈയിലോട്ട് മാറ്റി കൊടുക്കാം. ഇതിലോട്ട് ഒരു പിഞ്ച് ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. തരി മാത്രം ഉപ്പ് ചേർത്താൽ മതി. വളരെ കുറച്ച് മാത്രം ചേർക്കാതെ ഇരിക്കുകയും ചെയ്യരുത്. ഉപ്പൊക്കെ ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഒക്കെ അതുപോലെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല സൂപ്പർ ടേസ്റ്റിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള പാൽക്കോവ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി ഈ നെയ്യും മൈദയും കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഫസ്റ്റ് മിക്സ് ചെയ്യുമ്പോൾ ഇതുപോലെ കട്ട പിടിച്ചാണ് ഉണ്ടാവുക. പിന്നെ ഇങ്ങനെ ചൂടായി വരുമ്പോൾ മൈദ ലൂസായിട്ട് വരും. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ലോ ഫ്ലെയിമിൽ വെക്കാവുന്നതാണ്. ഇതൊന്ന് മിക്സാക്കി എടുത്ത ശേഷം നിങ്ങൾക്ക് ഫ്ലെയിം കൂട്ടി വയ്ക്കാം. നന്നായി ലൂസായി വരുന്നത് വരെ ഇതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കണം. ഇത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് ഇത്രയും സിമ്പിളായിരുന്നോ, ഇതുവരെ ഉണ്ടാക്കാൻ മിസ്സായി പോയല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ട് ഭയങ്കര കുറ്റബോധം തോന്നി. അത്രയ്ക്ക് ടേസ്റ്റ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ പെർഫെക്റ്റ് ടേസ്റ്റിലാണ് ഈ പാൽക്കോവ കിട്ടിയത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ കാണുകയാണെങ്കിൽ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. 100% സക്സസ് ആയ റെസിപ്പിയാണ്. പാൽക്കോവയൊന്നും ഇഷ്ടപ്പെടാത്തതായിട്ട് ആരും ഉണ്ടാവില്ലല്ലോ. അതും വളരെ പെട്ടെന്ന് വളരെ കുറഞ്ഞ ചിലവിൽ അധികം മെനക്കെടൊന്നുമില്ലാതെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതിൽ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂട്ടത്തിൽ ആ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. കണ്ടില്ലേ, ഈ മൈദ മിക്സ് ഇങ്ങനെ ചൂടാവുന്നതിനനുസരിച്ച് ഇങ്ങനെ ലൂസായി വരുന്നുണ്ട്. ഒരു 5-6 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നല്ല ലൂസായിട്ട് കിട്ടിക്കോളും. അധിക സമയം ഇളക്കിയെടുക്കുകയൊന്നും വേണ്ട. ഇത് തുടരെ ഇളക്കി കൊടുക്കണേ, അല്ലെങ്കിൽ അടിവശം കരിഞ്ഞു പോവാൻ ചാൻസ് ഉണ്ട്. നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ നോൺ സ്റ്റിക്ക് പാനൊക്കെ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഈ ഒരു കടായിൽ ഉണ്ടാക്കിയെടുക്കാൻ നല്ല സിമ്പിളായിരുന്നു. ഇപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്ത മൈദയൊക്കെ നന്നായി ലൂസായി വന്നിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ശേഷം ഇത് ജസ്റ്റ് ഒന്ന് ചൂടാറി കിട്ടണം. ആ സമയം കൊണ്ട് നമുക്കിതിനോട്ട് ആവശ്യമായ പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കാം. അതിനായി ഞാൻ മിക്സിയുടെ ജാറിലോട്ട് ഒരു 1/4 കപ്പിനടുത്ത്, അതായത് 1/2 കപ്പിനേക്കാളും കുറച്ച് കൂടുതൽ മാത്രം പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഇതിലോട്ട് ഇനി ഒരു 3 ഏലയ്ക്ക തൊലി കളഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി നല്ല ഫൈനായിട്ടൊന്ന് പൊടിച്ചു കൊണ്ടുവരാം. ഇപ്പോൾ നമ്മുടെ മൈദ മിക്സ് ഏകദേശം ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. നല്ല തണുക്കണ്ട, നമ്മൾ കൈകൊണ്ടൊക്കെ കുഴച്ചെടുക്കാനുള്ള പരുവത്തിലൊന്ന് തണുത്ത് കിട്ടിയാൽ മതി. ഇതിലോട്ട് ഞാൻ ഇപ്പോൾ ചേർത്തത് പാൽപ്പൊടിയാണ്. 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് 1.5 മുതൽ 2 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അത്രമാത്രം മതി. എന്നാൽ തന്നെ നല്ല ഫ്ലേവറാണ്. നമുക്ക് നമ്മൾ പാൽപ്പേടയൊക്കെ ഉണ്ടല്ലോ, അത് കഴിക്കാൻ തോന്നിപ്പോവും. അത്രയ്ക്കും സ്വീറ്റും പാലിൻ്റെ ടേസ്റ്റും സോഫ്റ്റും ഒക്കെയാണ്. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ പാൽപ്പൊടിയും ഈ മാവും കൂടി നന്നായി മിക്സ് ചെയ്ത് കിട്ടിയ ശേഷം നമ്മൾ പൊടിച്ചു വെച്ച പഞ്ചസാരയില്ലേ, അതും കൂടി ചേർത്ത് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലോട്ടിനി പഞ്ചസാര ചേർക്കുന്നുണ്ട്. പഞ്ചസാര കൂടി ചേർത്ത ശേഷം നന്നായി ഒന്ന് കൈകൊണ്ട് തന്നെ കുഴച്ചെടുക്കാവുന്നതാണ്. ഞാനിത് അത്യാവശ്യം ചൂടുള്ളത് കൊണ്ട് ജസ്റ്റ് സ്പൂൺ കൊണ്ട് ഇളക്കിയ ശേഷം കൈകൊണ്ട് കുഴച്ചെടുക്കുന്നുണ്ട്. നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴയ്ക്കുന്ന പോലെ നല്ല ബലം പ്രയോഗിച്ചൊന്നും കുഴച്ചെടുക്കേണ്ടതില്ല. ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് സോഫ്റ്റായിട്ടൊന്ന് കുഴച്ച് കിട്ടിയാൽ തന്നെ മതിയാവും. ഇത് നമ്മൾ മിക്സ് ചെയ്തെടുക്കുമ്പോൾ പഞ്ചസാരയൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ പൊടിയായിട്ടാണ് കിട്ടുക. ഇതൊന്ന് കമ്പൈൻ ചെയ്ത് കിട്ടുന്ന ആ ലെവലിലോട്ട് എത്തിക്കിട്ടിയാൽ മതി. നമുക്കിത് നന്നായി കുഴച്ചെടുത്ത് ഏകദേശം ഈ ഒരു പരുവത്തിൽ ആക്കിയെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ട്രേ എടുക്കാം കേട്ടോ. നമ്മുടെ ചതുരത്തിലുള്ള ചോറ്റുപാത്രമോ സ്റ്റീൽ തളികകളോ ഒക്കെ എടുക്കാവുന്നതാണ്. എൻ്റെ കയ്യിൽ ചതുരത്തിൽ ഈ ഒരു മോൾഡ് മാത്രം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇതെടുത്തിട്ടുള്ളത്. ഇതിന് മുകളിലായിട്ട് നമുക്ക് ബട്ടർ പേപ്പർ ഒന്ന് വെച്ച് കൊടുക്കാം. ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ നമ്മൾ സാധാരണ പ്ലാസ്റ്റിക് കവർ ഉണ്ടല്ലോ, അതൊന്ന് കീറി വെച്ച് കൊടുത്താലും മതി.
മുകളിലായിട്ട് ഈ മാവ് ഒന്ന് വെച്ച് ഒന്ന് പരത്തിയെടുക്കാം. നല്ല ബലം പ്രയോഗിച്ച് പരത്തൊന്നും വേണ്ട, ജസ്റ്റ് തൊട്ട് കൊടുക്കുമ്പോൾ തന്നെ ഇതിങ്ങനെ ഒന്ന് പരന്ന് വന്നോളും. എല്ലാ ഭാഗത്തും ഒന്ന് പരത്തി കൊടുത്ത ശേഷം നമുക്കൊരു സ്പാച്ചുല ഉപയോഗിച്ച് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അതുപോലെ ഒരു സ്പാച്ചുലയോ ചട്ടകം എന്തെങ്കിലും ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുത്താൽ തന്നെ നല്ല ഷേപ്പിൽ കിട്ടിക്കോളും. എല്ലാ ഭാഗവും ഞാൻ ഇതുപോലെ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി കട്ട് ചെയ്തെടുക്കുമ്പോഴൊക്കെയുള്ള ഒരു ഭംഗിക്ക് വേണ്ടി ഞാൻ ഇതിന് മുകളിലായിട്ട് കുറച്ച് നട്ട്സ് ചേർക്കുന്നുണ്ട്. നമുക്ക് കാഷ്യൂസോ ബദാമോ പിസ്തയോ എന്ത് വേണമെങ്കിലും വെച്ച് കൊടുക്കാം. സാധാരണ പാൽക്കോവയിൽ ഇങ്ങനെ കാണാറില്ല. ഞാനിത് കട്ട് ചെയ്യുമ്പോൾ ഭംഗിക്ക് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇതിങ്ങനെ ഒന്ന് വെച്ച് കൊടുത്ത ശേഷം ഫ്രീസറിൽ 1 മണിക്കൂർ ഒന്ന് തണുപ്പിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് അത്യാവശ്യം ഹാർഡായിട്ട് കിട്ടും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയം തന്നെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് വരഞ്ഞ് കൊടുത്ത ശേഷം ഫ്രീസറിൽ വെക്കാവുന്നതാണ്. അപ്പോൾ പിന്നീട് കട്ട് ചെയ്യാൻ ഈസി ആയിരിക്കും. ഇപ്പോൾ ഞാൻ ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുത്തതാണ് ഇത്. 1 മണിക്കൂർ വെച്ചിട്ടുള്ളൂ. നല്ല ഹാർഡായിട്ട് വന്നിട്ടുണ്ട്. നെയ്യൊക്കെ ഒഴിച്ചുകൊണ്ട് തന്നെ ഒന്ന് സെറ്റായി കിട്ടാൻ ഫ്രീസറിലോ അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വയ്ക്കുന്നത് നല്ലതാണ്. കുറേ സമയം വയ്ക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാൽ തന്നെ മതിയാവുമേ. ഇത് കഴിക്കാനുള്ള കൊതി കൊണ്ട് കുറേ സമയം വെക്കാനുള്ള ക്ഷമയില്ലാത്തതുകൊണ്ടാണ് ഫ്രീസറിൽ വെച്ചത്. നമുക്ക് മിക്സ് ചെയ്തെടുക്കുമ്പോൾ തന്നെ ഇങ്ങനെ കഴിക്കാൻ തോന്നും. സെറ്റ് ചെയ്ത് കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല, അത്രയ്ക്കും ടേസ്റ്റാണ്. ഞാൻ ബട്ടർ പേപ്പർ ഇതുപോലെ റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു കത്തി ഉപയോഗിച്ച് മുറിച്ചെടുക്കാം. കട്ട് ചെയ്യുമ്പോൾ എനിക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ട്. ഞാൻ ചെറിയ കത്തിയാണ് എടുത്തത്. അതുപോലത്തെ കത്തി എടുക്കരുത്. നീളത്തിലുള്ള കത്തി എടുത്ത് ഒരുമിച്ച് നേരെ മുറിച്ചെടുക്കണം. ഞാൻ ഇതുപോലത്തെ കുഞ്ഞു കത്തിയാണ് ഉപയോഗിച്ചത്. പോരാത്തതിന് അതിൻ്റെ ചുണ്ട് വെച്ച് ഇങ്ങനെ വെടന്തി കൂടി കൊടുത്തപ്പോൾ അത് പെട്ടെന്ന് പൊട്ടിപ്പോയി. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഇതുപോലെ കൂർപ്പ് കൊണ്ട് കുത്തിയെടുക്കാതെ നീളത്തിലുള്ള കത്തി കൊണ്ട് വരഞ്ഞെടുത്ത് മുറിച്ച് കൊടുക്കണം. അതല്ലെങ്കിൽ കട്ട് ചെയ്ത ശേഷം ഫ്രിഡ്ജിൽ വെച്ച് കൊടുത്താലും മതിയേ. ഫുള്ള് നല്ല പാർട്ട് മാത്രം കാണിക്കാതെ നമുക്ക് മിസ്റ്റേക്ക് പറ്റിയ പാർട്ടും കൂടി കാണിച്ചാലല്ലേ നിങ്ങൾ തയ്യാറാക്കുമ്പോൾ ഈ മിസ്റ്റേക്ക് വരാതിരിക്കുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ചെയ്തത്. ഇതുപോലെ കത്തി കൊണ്ട് നന്നായി വരഞ്ഞ് കൊടുത്ത ശേഷം പതിയെ കട്ട് ചെയ്തെടുത്താൽ മതിയാകും. കുറച്ച് വലിയ കത്തിയാണെങ്കിൽ തീരെ പൊട്ടി പോവാതെ നിങ്ങൾക്ക് കിട്ടുമേ. ഈ തിന്നാനുള്ള ആക്രാന്തം മൂത്ത് പെട്ടെന്ന് മുറിച്ചെടുത്തപ്പോൾ പറ്റിയതാണ്. എന്തായാലും ഞാനിത് മുഴുവൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ലാസ്റ്റ് വന്ന പീസ് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. അതുപോലെ ക്ഷമയോടെ മുറിച്ചെടുത്താൽ കറക്റ്റായിട്ട് കിട്ടും. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ ടേസ്റ്റിൽ വായിലിട്ട് അലിഞ്ഞ് പോകുന്ന പാൽക്കോവ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണേ. ജസ്റ്റ് മൈദയും നെയ്യും പഞ്ചസാരയും മാത്രം മതിയല്ലോ. എല്ലാവരുടെ വീട്ടിലുള്ള ഐറ്റമാണ്. ഇത് തയ്യാറാക്കി നോക്കിയില്ലെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും നഷ്ടമാണ്. അത്രയ്ക്കും ടേസ്റ്റാണ് ഇതിന്. തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കാനും മറക്കല്ലേ. ഞാൻ മുറിച്ചെടുത്ത് കണ്ടില്ല, നല്ല സോഫ്റ്റാണിത്. നമ്മൾ നെയ്യ് വെച്ച് തയ്യാറാക്കുമ്പോൾ കുറച്ചുകൂടി ഹാർഡായിരിക്കും. പകുതി നെയ്യും പകുതി സൺഫ്ലവർ ഓയിലും ചേർത്ത് തയ്യാറാക്കുന്നതാണ് നല്ലത്. പിന്നെ നമ്മൾ സൂക്ഷിക്കുമ്പോൾ ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കുക. എണ്ണയൊക്കെ ചേർത്തുകൊണ്ട് പെട്ടെന്നൊരു അലിഞ്ഞ ടെക്സ്ചറിലോട്ട് വരാൻ ചാൻസ് ഉണ്ട്. ഫ്രിഡ്ജിലാകുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴും ഈ ഒരു സ്ട്രക്ചറിൽ തന്നെ കിട്ടിക്കോളും. റെസിപ്പി ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. വീണ്ടും പുതിയൊരു അടിപൊളി റെസിപ്പിയുമായി കാണാം. താങ്ക്